നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ടെസ്റ്റ് പരമ്പര പോയതാണ്, എന്നാൽ ഏകദിന പരമ്പര നമ്മൾ 1-0 മുന്നിലാണ്. കഴിഞ്ഞ കളിയിൽ എന്തൊരു പ്രകടനമാണ് രോഹിത് ശർമ്മയും കിങ് കോഹ്ലിയും. കോഹ്ലി അടക്കി ഭരിച്ചു. ഒക്കെ ബാറ്റിങ്ങിൽ പുറത്തെടുത്ത്. പിന്നെ കുൽദീപിന്റെ ബൗളിംഗ് പ്രകടനം, ഹർഷിദിന്റെ ബൗളിംഗ് പ്രകടനം എല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു ത്രില്ലർ പോരാട്ടത്തിൽ ഇന്ത്യൻ ടീം വിജയിച്ച് കയറുകയായിരുന്നു. ഇപ്പോൾ നാളെ ഇന്ത്യ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു. നാളെ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 1:30 റായ്പൂരിലാണ് രണ്ടാമത്തെ ഏകദിന മത്സരം നടക്കുക. അപ്പോൾ എന്താണ് ടീം ന്യൂസ്? നമ്മൾ ആദ്യം അതൊന്ന് പരിശോധിക്കുകയാണ്. ഇന്ത്യ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കാണുന്നില്ല. ഇപ്പോൾ ശരിയാണ്, രുദ്രാജും വാഷിങ്ടനും ഒന്നും ബാറ്റിങ്ങിൽ തിളങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ബോൾ സോഫ്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് റണ്ണ് വരാൻ ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടത്തിലാണ് അവർ ക്രീസിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കുറഞ്ഞ സമയത്ത് കളി കൊണ്ട് അവരെ എഴുതി തള്ളാൻ എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11 ഇങ്ങനെയാവും. യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും തമ്മിൽ ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യും. ദെൻ വിരാട് കോഹ്ലി നമ്പർ 3 വരുന്നു. രുദ്രാജ് ഗെയ്ക്വാദ്, ഋഷഭ് പന്ത് നമ്പർ 4. സോ ഋതു തുടരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ പന്തിന് അവസരം കൊടുത്തേക്കാം. ഏതായാലും ഋതു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 5 ക്യാപ്റ്റൻ KL രാഹുൽ ഉണ്ടാവും. നമ്പർ 6 വാഷിങ്ടൺ സുന്ദർ. ദെൻ രവീന്ദ്ര ജഡേജ, ഹർഷിദ് റാണ, കുൽദീപ് യാദവ്, ഹർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്ലേയിങ് 11. അതേസമയം സൗത്ത് ആഫ്രിക്ക ടംബ ബൗമയെ തിരികെ കൊണ്ടുവരും. കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്താണ്. അപ്പോൾ അദ്ദേഹം തിരികെ സ്ക്വാഡിലേക്ക് വരും. കേശു മഹാരാജ് അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് പ്ലേയിങ് 11ലേക്ക് മടങ്ങിയെത്തും. സോ അപ്പം എന്ത് മാറ്റമാണ് അവർ സ്ക്വാഡിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. സോ ബൗമ വരുമ്പോൾ ഒന്നുകിൽ ക്വിന്റൻ ഡി കോക്കോ അല്ലെങ്കിൽ റയാൻ റിക്കിൾട്ടനോ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടുപേരും കഴിഞ്ഞ മത്സരത്തിൽ ഡെക്കായിട്ട് പോയതാണ് എന്ന കാര്യം കൂടി നോക്കുക. മഹാരാജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുബ്രയൻ പുറത്തു പോകാനാണ് സാധ്യത. സോ സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്ന എയ്ഡൻ മൾക്രം, ക്വിന്റൻ ഡി കോക്ക് അല്ലെങ്കിൽ റയാൻ റിക്കിൾട്ടൻ, രണ്ടിലൊരാൾ പുറത്തു പോകും. ദെൻ ടംബ ബൗമ നമ്പർ 3. ദെൻ നമ്പർ 4 മാത്യു ബ്രിഡ്സ്കെ, ദെൻ ടോണി ഡി സോർസി, ഡേവിഡ് ബ്രവിസ്, മാർക്കോ യെൻസന്, കോർവിൻ ബോഷ്, കേശവ് മഹാരാജ്, നാൻഡർ ബർഗർ, ഓട്ട്നെയിൽ ബാറ്റ്മാൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സൗത്ത് ആഫ്രിക്കയുടെ ഒരു 11. ഇനി ഏത് തരത്തിലുള്ളൊരു പിച്ചാണ്, എന്ത് കണ്ടീഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യം. സോ ഇവിടെ ഈ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത് ന്യൂസിലാൻഡ് 2023 ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരം നടന്നതിന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇവിടെ ഡയനായിട്ടായിട്ട് നടന്നിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മോശമില്ലാത്തൊരു സ്കോർ ഈ പിച്ചിൽ പിറക്കുമെന്ന് തന്നെയാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. വെതറിൻ്റെ കാര്യത്തിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള വെതർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകാനുള്ള സാധ്യതയില്ല. അതാണ് ഹൈ ടെമ്പറേച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ലോവർ ടെമ്പറേച്ചർ 14. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണ് നാളത്തെ കളി നടക്കുന്നത്. ആദ്യ കളി വിജയിച്ചതിൻ്റെ ആവേശത്തിൽ ഇന്ത്യൻ ടീം രണ്ടാം കളിയിലും വിജയിച്ചു കയറും. രോഹിത് ശർമ്മയും കിങ് കോഹ്ലിയും റോക്കോ സഖ്യം പൊളിച്ചെടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. ഒരു അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.